അടുത്തത് ബാക്ടീരിയയുടെ ഷേപ്പാണ്. ബാക്ടീരിയയുടെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് കോക്കസ് എന്നാണ്. ഓക്കെ, സ്ഫെറിക്കൽ ഷേപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോക്കസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ബാസിലസ് എന്നാണ്. ബാസിലസ് എന്ന് പറയുന്നത് എന്താണ്? റോഡ് ഷേപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ ബാസിലസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തത് വിബ്രിയോ, കോമ ഷേപ്പാണ്. ഒരു ഇത്തിരി ബെൻഡ് ചെയ്ത് ഒരു വളവുള്ള ആൾക്കാരായിരിക്കും ആര്? വിബ്രിയോ എന്ന് പറയുന്നത്. ദെൻ സ്പൈറലം എന്ന് വിളിക്കുന്നത് സ്പൈറൽ ഷേപ്പുള്ള അല്ലെ, സ്പൈറൽ ഷേപ്പുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പൈറില്ലം എന്ന് വിളിക്കുക അല്ലേ. ആ സ്ട്രക്ചർ നോക്കൂ, ഈ റൗണ്ട് ഷേപ്പുള്ള കോക്കസിനെ കാണാം, അതേപോലെ തന്നെ റോഡ് ഷേപ്പുള്ള ലോങ് ആയിട്ടുള്ള ബാസിലസിനെ കാണാം, അതേപോലെ സ്പ്രിങ് അല്ലെ സ്പൈറില്ലം ഇങ്ങനെ സ്പ്രിങ് ഷേപ്പുള്ള സ്പൈറില്ലത്തെ കാണാം, അതേപോലെ തന്നെ ചെറിയൊരു വളവ് കോമ ഷേപ്പുള്ള ആരെ കാണാം? വിബ്രിയോനെ കാണാം അല്ലേ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഷേപ്പിന്റെ ബേസിൽ ബാക്ടീരിയനെ 4 ഡിഫറെന്റ് ഗ്രൂപ്പുകളാക്കുന്നത്. ഏതൊക്കെയാണ്? കോക്കസ്, ബാസിലസ്, സ്പൈറില്ല, അതേപോലെ തന്നെ വിബ്രിയോ. ഓക്കെ, കൊക്കൈ എന്ന് വിളിക്കുന്നത് എന്താണ്? അതിന്റെ പ്ലൂറലിനെയാണ്. കോക്കസ് സിംഗുലർ ആണ്, കൊക്കൈ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. ഓക്കെ, ഇനി ബാക്ടീരിയയുടെ ന്യൂട്രീഷൻ ആണ്. 2 പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ ആണ് ബാക്ടീരിയയ്ക്ക് ഉള്ളത്. ഒന്നാമത്തേത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണ്? സിന്തസൈസ് their own organic food material അല്ലെ, അവരുടെ ഫുഡ് മെറ്റീരിയൽ അവർ തന്നെ സിന്തസൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോട്രോഫിക് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, എന്നാൽ കീമോട്രോഫിക് ന്യൂട്രീഷൻ എന്താണ്? കീമോട്രോഫ്സ് എന്ന് പറയുന്നത് ഓട്ടോട്രോഫിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ലൈറ്റിനെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. എന്നാൽ കീമോട്രോഫുകൾ, കീമോസിന്തറ്റിക് ആയിട്ടുള്ള ആളുകൾ അവർ കെമിക്കൽ മോളിക്യൂൾസിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തിട്ടാണ്, കെമിക്കൽ റിയാക്ഷൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അത്തരം ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കീമോട്രോഫുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൈട്രോസോമോണോസും നൈട്രോബാക്ടറും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഈ കീമോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ സാപ്രോട്രോഫ് ആണ്. സാപ്രോട്രോഫ് എന്താണ്? അവർ ഡീകമ്പോസേഴ്സ് ആയിരിക്കും അല്ലേ. ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിലാണ് ആരെ കാണുന്നത്? സാപ്രോട്രോഫിനെ കാണുന്നത്. അപ്പോൾ ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാപ്രോട്രോഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ സിംബയോൺസ്. നേരത്തെ പറഞ്ഞു, സിംബയോൺസ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വലിസം ആണ്. അതായത് അവര് മറ്റൊരു ഓർഗാനിസത്തിൽ ജീവിക്കുന്നു, എന്നിട്ടോ ഇവരെ കൊണ്ട് ആ ഓർഗാനിസത്തിനും യൂസ് ഉണ്ടാവും. ആ ഓർഗാനിസത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഫുഡ് റിസീവ് ചെയ്യുകയും ചെയ്യും അല്ലേ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു സഹകരണമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിംബയോൺസ് എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ഓർഗാനിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ നമ്മളുടെ മൗത്തിലും ഇൻഡസ്റ്റൈനിലും ഒക്കെ എന്തുണ്ട്? ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയകളുണ്ട് അല്ലേ. നമ്മൾ അവരെ വിളിക്കുന്നത് നമ്മുടെ ഗട്ട് മൈക്രോബയോം എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമ്മുടെ ഗട്ടിനകത്ത്, നമ്മുടെ അലിമെൻ്ററി കനാലിനകത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത്തരം സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ. ദെൻ പാരസൈറ്റ്സ് അല്ലേ. എന്താ പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ? പാരസൈറ്റ് എന്ന് വെച്ചാൽ അവർ മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്തിട്ട് ആ ഓർഗാനിസത്തിന് ഒരു അവർക്കൊരു ദോഷകരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നു അല്ലേ. എസ്പെഷ്യലി ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരസൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം പ്രധാനമായിട്ടും ഓട്ടോട്രോഫ്സ് ഓർ ഫോട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ദെൻ കീമോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഓർ കീമോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ദെൻ സാപ്രോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സിംബയോൺസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഓർ ന്യൂട്രീഷണൽ മോഡുകൾ എവിടെയുണ്ട്? ബാക്ടീരിയകളിൽ കാണാൻ പറ്റും. ഓക്കെ.